നമ്മളിനി കാണാൻ പോകുന്ന മാംഗല്യം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ അതായത് ഇന്ന് രാത്രി കാണുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഈ പറയുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസ് ഷെയർസ് ലൈക്സ് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിനകത്താണ് സച്ചി അന്വേഷിച്ച് അർച്ചന പോകാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് സച്ചി അന്വേഷിക്കണമെന്ന് ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നാളത്തെ എപ്പിസോഡിൽ അർച്ചനെ സഹായിക്കാൻ വരുന്ന വ്യക്തികൾ ആരാന്നുള്ള കാര്യം ഇന്ന് തന്നെ, അതായത് നിങ്ങൾ പ്രൊമോ ഒക്കെ കാണുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞേക്കാം. അതായത് നാളത്തെ എപ്പിസോഡിലേക്ക് 5 നായികമാർ ഒന്നിച്ച് ചേർന്നുള്ള പരിശ്രമമാണ് സച്ചിയെ കണ്ടെത്താൻ. അതായത് അർച്ചനയുണ്ട്, വന്ദനയുണ്ട്, അതുപോലെ തന്നെ എന്താണ് അഞ്ജലി അറിയാലോ, പണ്ടത്തെ സുഭദ്രത്തിനകത്തുണ്ടായിരുന്ന അഞ്ജലി, അതുപോലെ തന്നെ ഈ പാർവതി, ഇവരെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയ്ക്കകത്താണ് സച്ചിയെ കണ്ടെത്താനായിട്ട് സഹായം നടത്തുന്നത്. അതായത് നാളെ തന്നെ പാർവതിയുടെ കയ്യിൽ നിന്നാണ് സച്ചി എവിടാന്നുള്ള സൂചന പോലും അറിയാനായിട്ട് പോകുന്നത്. ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം, അർച്ചനയെ വിളിച്ചിട്ട് സ്നേഹയുടെ കല്യാണം നാളെ തന്നെ നടത്തണം, അർച്ചനയ്ക്ക് അതിനകത്ത് എതിർ അഭിപ്രായം ഒന്നും പാടില്ല എന്ന അർച്ചനയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി അർച്ചനയെ പിടിച്ചിട്ട് ഈ മാനസികാവസ്ഥയ്ക്കകത്ത് പോലും അർച്ചനയെ വെറുതെ വിടാതെ ഇങ്ങനെ ചോദിക്കുന്ന സേതുമാധവനും അതുപോലെ തന്നെ ആ നന്ദൻ എന്ന മണ്ടനൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത്. അപ്പോൾ അർച്ചന എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ ഇത് തന്നെയാണ് ചോദിക്കാൻ കാണുന്നത്, നിങ്ങളൊക്കെ സത്യമായിട്ട് സച്ചിയേട്ടൻ്റെ ബന്ധുക്കൾ തന്നെയാണ്, സച്ചിയേട്ടൻ്റെ അച്ഛനാണെന്ന് ഇരിക്കുന്നത്, സച്ചിയേട്ടൻ്റെ സഹോദരനാണെന്ന് ഇതൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾ ഞാൻ സമതല തെറ്റി നിൽക്കുന്നതുകൊണ്ട് എന്നോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കില്ല, നിങ്ങൾ കല്യാണം നടത്തുമോ നടത്താതിരിക്കുക എന്താണെന്ന് വെച്ച് ചെയ്തോ, എനിക്ക് സച്ചിയേട്ടൻ മാത്രം പ്രാധാന്യം വന്നിട്ട് അർച്ചന നേരെ കരഞ്ഞുകൊണ്ട് തന്നെ മേളിൽ കയറി പോകും. ഈ അർച്ചന കരഞ്ഞുകൊണ്ട് മേളിൽ പോയി അർച്ചന കരഞ്ഞിരിക്കുമ്പോഴത്തേക്കും അർച്ചന സമാധാനിപ്പിക്കാൻ വരുവാണ് നമ്മുടെ അനഘ. അപ്പോൾ അനഘ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും അർച്ചനയ്ക്ക് അതൊന്നും ഒരു സമാധാനമാവില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് സങ്കടത്തോടു കൂടി തന്നെ ആര് വരുന്നുണ്ട്, സ്നേഹ വരുന്നുണ്ട്. അപ്പോൾ സ്നേഹ പറയുന്ന ഏട്ടത്തി വിഷമിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അനഘ പറയുന്നത്, നീ എന്തിനാ വന്നത്, നിനക്ക് അവിടെ താഴെ ഇരുന്നാൽ പോരായിരുന്നു, നിനക്കല്ലേ നാളെ നിൻ്റെ കല്യാണം, നിനക്ക് സഹോദരനെ കാണുന്നില്ലെങ്കിൽ നിനക്ക് പ്രാധാന്യം കല്യാണം, സച്ചിയേട്ടനും സന്ദീപേട്ടനും ഒന്നും ഇല്ലാതെ നിനക്ക് കല്യാണം തന്നെയല്ലേ നിനക്ക് വലുതെന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്നേഹ വിട്ടുകൊടുക്കണം. സ്നേഹ പറയുമോ, എനിക്ക് കല്യാണം വലുതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കും എൻ്റെ ഏട്ടന്മാരും ഏട്ടത്തിമാരും എല്ലാവരും ഒരുമിച്ച് നിന്ന് എൻ്റെ കല്യാണം നടത്തണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം, ഇവിടെ താഴെ എല്ലാവരും കൂടെ അത് കേൾക്കാത്തത് എൻ്റെ കയ്യിൽ തെറ്റാണോ എന്നതിന് അനഘയായിട്ട് സ്നേഹം ഉടക്കമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും സമതല മറന്നാണ് മുന്നിൽ എന്തവസ്ഥ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് അറിയാതെ തന്നെ രണ്ടുപേരും അവിടെ അടി കൂടുമ്പം ഈ അടിയും കേട്ടുകൊണ്ട് വരുവാണ് നന്ദൻ. അപ്പം നന്ദൻ എന്താണെന്നറിയോ, വരുന്ന അനഘ പറയുന്നത്, നീ പോയി പറയണ സ്നേഹ, നിനക്ക് തൽക്കാലം ഈ കല്യാണം വേണ്ട, നിനക്ക് ഈ കല്യാണം ഇപ്പം നടത്തുന്നതിന് നിനക്ക് താല്പര്യമില്ല, നീ പോയി കല്യാണത്തിന് വേണ്ടെന്ന് നീ താഴെ പോയി പറയണം, അല്ല നീ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറയുമ്പോഴത്തേക്കും സ്നേഹ അതിന് ഒരു രീതി തയ്യാറാണ്. അപ്പം ഇത് കേട്ട് നന്ദനങ്ങ് ദേഷ്യം വന്നിട്ടാണ് നന്ദൻ അകത്തേക്ക് വരുന്നത്. അനഘയ്ക്ക് എന്താണ് ഈ കല്യാണം നടക്കാതിരിക്കാൻ ഇത്രമാത്രം താല്പര്യം, കല്യാണം നടക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം പറ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ നന്ദന് മാത്രം അറിയത്തില്ല. കാരണം നന്ദൻ്റെ തലബുദ്ധിക്കകത്ത് മൊത്തം ഇരിക്കുന്ന ആ ധനുഷിൻ്റെ കുതന്ത്ര ഉപദേശം മാത്രമല്ലേ ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് നന്ദൻ പറയും, അർച്ചന നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അർച്ചന, കാരണം സച്ചി എന്തായാലും നാളെ തന്നെ ദാം വല്ല കൂട്ടുകാരെ വീട്ടിലെങ്ങാനും നമ്മളെ പറ്റിക്കാൻ വേണ്ടി കല്യാണം നടക്കാതിരിക്കാനുള്ള വാശിക്ക് വേണ്ടി പോയിരിക്കുവാണ്. അപ്പോൾ അർച്ചനയ്ക്ക് ദേഷ്യം വന്നിരിക്കും, അർച്ചന ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നന്ദൻ പറയുവാണ്, ഈ കല്യാണം മാത്രമല്ല നാളെ നടന്നേ പറ്റത്തുള്ളൂ അർച്ചന, വേറൊരു പോംവഴി ഇതിനില്ല. കാരണം എന്ന് വെച്ചാൽ ധനുഷിൻ്റെ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത്, നാളെ ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഇനി ഈ കല്യാണത്തിന് അവർക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് അവർ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് നാളെ നടത്താതെ വിടാൻ പറ്റത്തില്ല അർച്ചന. എന്നോട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കല്യാണം നടത്തുമോ നടത്താതിരിക്കുമോ എന്ത് വേണമെങ്കിൽ ചെയ്തോ, നിങ്ങൾക്ക് ആർക്കും എൻ്റെ സച്ചേട്ടൻ്റെ കാര്യത്തിനകത്ത് ഒരു താല്പര്യമില്ല എന്നുള്ള കാര്യം എനിക്കിപ്പം മനസ്സിലായി. എൻ്റെ സച്ചേട്ടനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കല്യാണം തന്നെ പ്രാധാന്യം, നിങ്ങൾ നടത്തുമോ നടത്താതിരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, എനിക്കെൻ്റെ സച്ചേട്ടനെ വേണം, ഞാൻ പോയി കണ്ടെത്തും, എൻ്റെ സച്ചേട്ടനെ എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തും. സച്ചേട്ടനെക്കുറിച്ച് ഒരു വിവരം അറിയാതിരുന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്ന് അന്വേഷിച്ച് പോകാൻ പോയി നിങ്ങൾക്ക് ആർക്കും മനസ്സില്ലെങ്കിൽ പിന്നെ നിങ്ങളോടൊക്കെ ഞാൻ എന്ത് പറഞ്ഞിട്ട് കാര്യം. എന്നിട്ട് നന്ദൻ ഈ സ്നേഹയോട് എന്താ പറയുക, സ്നേഹ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, നാളെ കല്യാണമല്ലേ, വെറുതെ ഉറക്കം ഒഴിഞ്ഞൊന്നും ഇരിക്കേണ്ട. ഇതും കൂടെ കേൾക്കുമ്പോൾ നന്ദൻ എന്താണെന്നറിയോ, എന്തെങ്കിലും വാരി അങ്ങോട്ടേക്ക് എറിഞ്ഞ് അടിച്ചു കൊല്ലാന്നായിട്ട് തോന്നും. അത്രയ്ക്ക് നന്ദനെ എന്തിനാണോ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ നമ്മുടെ മീരടുത്തി പറയുന്നുണ്ട്. ഈ അർച്ചനയ്ക്ക് തന്നെ തോന്നുന്നുണ്ടാവും എന്തിനാണോ ഈ നന്ദനെ രക്ഷപ്പെടുത്തിയെന്നുള്ള കാര്യമൊക്കെ മീരടുത്തി. പിന്നെ ഈ കാര്യമൊക്കെ മീരടുത്തി പറയുന്നത് നമ്മുടെ അതേ വൈബാണ് മീരടുത്തിയുടെ എല്ലാ സംസാരത്തിലും. നന്ദൻ അർച്ചൻ്റെ മുന്നിൽ ഒരു കൂസലില്ലാതെ തന്നെ അർച്ചനെ മോളെ നീ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു ആശ്വാസത്തിൻ്റെ ഒരു നാടകം അവിടെ കളിച്ചിട്ട് നന്ദൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ അർച്ചന പിന്നെ ലാസ്റ്റ് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ രാത്രി അർച്ചനയ്ക്ക് വീണ്ടും ഒരു കോൾ വരുന്നത് സന്ധ്യയാണ്. അപ്പം സന്ധ്യ പറയുക, അർച്ചന ഞാൻ ഒരു ട്രാപ്പിൽ പെട്ടു, എന്നെ ഇവിടെ ആഹാരമെന്നറിയത്തില്ല, എന്നെ പിടിച്ചു വെച്ചിരിക്കുക, ഇവർ പറയുന്നത് കേട്ടപ്പോൾ എന്നെ 2 ദിവസം ഇവിടെ പൂട്ടിയിടാനായിട്ട് ആരോ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക, എന്താണെന്നൊന്നും അറിയത്തില്ല അർച്ചന, എന്നെ ഒരു ട്രാപ്പിനകത്ത് പെടുത്തിയിരിക്കുവാണ് അർച്ചന, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാനായി നോക്കുന്നു പറയുമ്പോഴേ അർച്ചന പറയുമോ, ഇവിടെ അതിനേക്കാളും വലിയ പ്രശ്നമാണ് സന്ധ്യ, കാരണം വൈകിട്ട് തൊട്ട് സച്ചേട്ടനെ കാണാനല്ലേ, എവിടെ എന്താ ഒന്നും അറിയത്തില്ല, സച്ചേട്ടൻ മിസ്സിങ് ആണെന്ന് പറയുമ്പോഴത്തേക്കും സന്ധ്യ ഭയങ്കര ഞെട്ടിപ്പോ. സന്ധ്യ പറയുമോ, സന്ധ്യയുടെ കയ്യിൽ ഇപ്പം ഫോൺ ഇവന്മാർ തന്നെ മനഃപൂർവ്വം തന്നിട്ട് പോയതാ, അന്നേരം ഞാൻ തന്നെ കാറ് എന്ന് ഇവന്മാർ പിടിച്ചുകൊണ്ട് പോയി വിളിച്ചപ്പം എൻ്റെ
കയ്യിൽ നിന്ന് മനഃപൂർവ്വം പിടിച്ചടിച്ച ഫോണാണ്. ഇതാ ഇപ്പോൾ ഇവന്മാർ തന്നെ എൻ്റെ കൈ കൊണ്ടുവന്ന് തന്നിട്ട് പൊരിക്കിയ ഫോൺ. എനിക്കിതിൻ്റെ പിറകിലൊക്കെ എന്താ രഹസ്യം എന്നൊന്നും മനസ്സിലാകുന്ന അർച്ചന. ഇതിനകത്ത് എന്തോ ട്രാപ്പുണ്ട്. അപ്പോഴത്തേക്കും എന്താണ് അർച്ചന പറയുന്നുണ്ട്, ഈ നാളെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മനഃപൂർവ്വം തന്നെ അവന്തികേട്ടത്തിന് ധനുഷും കൂടെ ഉള്ള ഒരു കള്ളക്കളിയാണെന്ന് എനിക്ക് തോന്നുന്നു. പറയുമ്പം എനിക്കത് തന്നെയാണ് തോന്നുന്നത് അർച്ചന. അന്ന് ഈ സന്ധ്യ പറയുന്നുണ്ട്. അപ്പം സന്ധ്യ ഈ പറയുന്നത് കേട്ടിട്ട് എന്താണ് സന്ധ്യ പറയുന്നുണ്ട്, അർച്ചന ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം കൊണ്ടൊന്ന് പറയുമ്പോഴത്തേക്കും അർച്ചന അത് പറയാനായിട്ട് തീർക്കുന്നതിന് മുന്നേ തന്നെ, അർച്ചനയ്ക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നതിന് മുന്നേ തന്നെ തിരിച്ച് ഈ എന്താണ് സന്ധ്യയെ പൂട്ടിയിട്ടിരിക്കുന്ന വന്ന ആ ഗുണ്ടകൾ വന്ന് കയ്യിൽ നിന്ന് ഫോണിങ് എടുത്തുകൊണ്ട് പോകും. അതായത് സന്ധ്യേനെ ഇങ്ങനെ ഒരു ലോക്കിൽ പെട്ടിരിക്കുവാണെന്ന് അർച്ചന അറിയണം എന്നത് മാത്രമേ ഉള്ളൂ അവർ ഉദ്ദേശം. അതിനു വേണ്ടി മാത്രം ഫോൺ കൊടുത്ത് ഇത്രയും കാര്യം അറിയിപ്പിച്ചിട്ട് നേരെ ഫോൺ അങ്ങ് പിടിച്ച് മേടിക്കുവാണ്. അല്ലെങ്കിൽ നമ്മുടെ സച്ചിനാണ്. അപ്പോൾ സച്ചിനെ എന്താണ് ഒരു ചെയറിനകത്ത് 2 കൈയും കെട്ടിയിട്ട് വായിക്കാത്ത പ്ലാസ്റ്റർ ഒട്ടിച്ചാണ് ഈ ഗുണ്ടകൾ എന്താണ് സച്ചി ആ വീട്ടിൽ നിന്ന് മാറ്റി നേരെ എന്താണ് ധനുഷ് പറഞ്ഞ പോലെ ഒരു ഗോഡൗണിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും സച്ചി എന്താണ് വാ തുറന്ന് വിടുമ്പോൾ സച്ചി പറയും, നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്താ വേണ്ട, എന്നാ അഴിച്ചു വിട്, നിങ്ങൾക്ക് പണമൊന്നും വേണ്ട, ഞാൻ എത്ര വേണമെങ്കിൽ തരാൻ പറയും, നിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പണമൊന്നും വേണ്ട, ഞങ്ങൾക്ക് കിട്ടാനുള്ള പണമൊക്കെ കിട്ടേണ്ട ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നീ തൽക്കാലം 2 ദിവസം ഇവിടെ ഇരുന്നാൽ മതി. 2 ദിവസം കഴിയുമ്പോൾ നിന്നെ ഇതുപോലെ തന്നെ ഞങ്ങൾ തന്നെ ഒരു പോറലേപ്പിക്കാതെ തുറന്നു വിടും. അതിൻ്റെ ഇടയ്ക്കകത്ത് നീ വല്ല പണിക്ക് നിന്നാലായിരിക്കും നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബാക്കി പണി മേടിക്കുന്ന പറയും. സച്ചിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ സച്ചി എന്താണ് ഇവന്മാർ കുറേ ഭീഷണിക്കകത്ത് നിൽക്കുന്ന ആ ഒരു രംഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന നേരെ എന്താണ് ആതിരയുടെ ഡ്യൂ ഡേറ്റ് ആണല്ലോ ഇന്ന് തന്നെ. അപ്പം ഇന്ന് വൈകിട്ടാകും എന്താണ് ആതിരയുടെ പ്രസവ സമയം, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കമലെടുത്തിയും അതുപോലെ ആതിര എല്ലാവരും കൂടെ നിന്ന് കേൾക്കുമ്പോഴാണ് സച്ചി എന്നുള്ള കാര്യം തന്നെ ആതിര അറിയുന്നത്. അപ്പോൾ ആതിരയ്ക്ക് അതിനേക്കാൾ ഭയങ്കര ടെൻഷൻ. പക്ഷേ ആതിര മനസ്സിൽ ചിന്തിക്കുന്ന സച്ചിയുടെ മനഃപൂർവ്വം തന്നെ ഈ കല്യാണം എന്താണ് വേണ്ടെന്ന് വെപ്പിക്കാനായി മനഃപൂർവ്വം മാറി നിൽക്കുമെന്നുള്ള ഒരു ചിന്തയും കൂടെ ആതിരയ്ക്കുണ്ട്. അപ്പോഴാണ് എന്താണ് സന്ദീപിനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ സന്ദീപ് കറക്റ്റ് എന്താണ് സന്ദീപ് വരുവാണ്. ഇതേ സമയത്ത് തന്നെ എന്താണ് അപ്പുറത്ത് ആ റൂമിനകത്ത് ഈ പറയുന്ന നമ്മുടെ അനൂപേട്ടനും മീരേട്ടത്തെയും കൂടെ സംസാരിക്കുന്നുണ്ട്. എന്നാലും ഇതിൻ്റെയൊക്കെ പിറകിലൊക്കെ തന്നെ ആ അവന്തികയും ധനുഷും തന്നെയാക്കി. ഈ വീട്ടുകാർക്ക് എന്താണ് അർച്ചനയെ സച്ചിനൊക്കെ ഇവർക്ക് ഇത്ര വിലയുള്ളൂ. കാരണം സച്ചിനെ ഇന്നലെ രാത്രി തൊട്ട് കാണാതെ അവർക്ക് കല്യാണം നടത്തുന്നതിൻ്റെ പ്രാധാന്യം. അപ്പം അനു പറയുകയാണ് അവർക്ക് അതിൻ്റെതായ എന്തെങ്കിലും അവർക്ക് ഒരു റീസൺ കാണും എന്നൊക്കെ പറയുമ്പോൾ, എന്നാലും അനുപേട്ട ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഞാൻ കല്യാണത്തിന് ഒരു കാരണവശാലും പോത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മീരേട്ടത്തി മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഏട്ടൻ്റെ പേടി എന്ന് പറയുന്നത് അതായത് സച്ചിക്ക് ഈ അനൂപിന് ചെയ്ത പോലെ സച്ചിൻ എന്തെങ്കിലും ചെയ്ത് എവിടെയെങ്കിലും ഇട്ടിരിക്കുവാണെന്നുള്ള പേടി അനൂപിനുണ്ട്. അപ്പം മീരടുത്ത് പറയുവാണ് അങ്ങനെയൊന്നുമില്ല അനൂപേട്ട, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ അറിഞ്ഞേനെ, ഇന്നലെ എന്തുമാത്രം പോലീസ് സെർച്ചാണ് നടന്നത്, എന്നിട്ട് ഒന്നും അറിഞ്ഞില്ലല്ലോ. അപ്പം സച്ചി സേഫായി തന്നെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ അവന്തിക ഈ കല്യാണം മുടക്കാനെ അർച്ചന ഇറങ്ങാതിരിക്കാനാണ് ഈ പരിപാടിയൊക്കെ ചെയ്തിരിക്കുന്നതിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം കളിക്കുന്ന അർച്ചനയുടെ കൂടെയാണ്. അർച്ചന സച്ചി എങ്ങനെയാണെങ്കിലും കൊണ്ടുവരും തിരിച്ച്. അതുകൊണ്ട് അർച്ചന കൊണ്ടുവരുന്ന മാത്രമല്ല സച്ചിയെ കൊണ്ടുവരികയും ഈ കല്യാണം മുടക്കുകയും ചെയ്യും. അതുകൊണ്ട് അവധിയുടെ പദ്ധതിയൊക്കെ അർച്ചന പൊളിച്ചു കൊടുക്കും. അർച്ചനയെക്കുറിച്ച് എനിക്കറിയത്തില്ലേ എന്ന് അർച്ചന കൂടെ തന്നെയായിരിക്കും ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് മീരേട്ടത്തി പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും അല്ലാത്ത മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ കല്യാണം മുടക്കാനായി അർച്ചന മുടക്കുമെന്ന് ഭയങ്കര പ്രതീക്ഷയിൽ നിന്ന് മറ്റൊരാളുണ്ട്. അതാരാന്നറിയോ? ഈ അവന്തിക തന്നെയാണ്. കല്യാണം അർച്ചന തന്നെ മുടക്കും. സച്ചിൻ മിസ്സിങ് ആണെന്ന് അറിയുമ്പോഴത്തേക്കും ആ ഒരു വാശിയിൽ എന്തെങ്കിലും പറഞ്ഞ് അർച്ചന ഇവിടെ ഈ കല്യാണം നടത്താതിരിക്കാനായി അർച്ചന തന്നെ മുൻകൈ എടുക്കും. അങ്ങനെ ഈ വീട്ടുകാർക്കൊക്കെ അർച്ചനയോട് തന്നെ ദേഷ്യം വരുമെന്നൊക്കെയാണ് ഈ അവന്തികയുടെ മാസ്റ്റർ ബ്രെയിനി ഇങ്ങനെയാണ് ചിന്തിച്ചത്. പക്ഷേ ആ പൊട്ട ബുദ്ധി ചിന്തിച്ചതൊന്നും നടക്കാതെ ഓപ്പോസിറ്റാണ് ഈ കാര്യങ്ങളൊക്കെ നടന്ന് അർച്ചന പറഞ്ഞില്ലേ നിങ്ങൾ കല്യാണം നടത്തുമോ നടത്താതിരിക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവന്തികയ്ക്കാണ് അത് വലിയൊരു ഭീമനടിയായി മാറിയിരിക്കുന്നത്. ഇങ്ങനെ ബെഡ്റൂമിൽ നിന്ന് ആയിരിക്കും എന്നാൽ ഇവള് കല്യാണം മുടക്കുമെന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ച് ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവള് കല്യാണം മുടക്കാതെ ഇവളെന്തോ റൂമിൽ കയറുന്ന കാര്യമാണോ, ഇവൾക്കൊരു വിവരമില്ലേ, ഇവള് കല്യാണം മുടക്കും അങ്ങനെ പിന്നെ എൻ്റെ ധനുഷിനെ എനിക്ക് ഒരു രീതിയിൽ നഷ്ടപ്പെടുത്തില്ല, എനിക്കും ധനുഷും തന്നെ ഒരുമിച്ച് ജീവിക്കാന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇവൾ ഈ കല്യാണം നടത്തിയാലും കുഴപ്പമില്ല എന്നുള്ള സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത്രയൊക്കെ ചെയ്ത് വെറുതെ ആവത്തില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണ് ധനുഷിനെ സ്നേഹയുടെ കല്യാണം മുടക്കുന്നതെന്ന് ഭയങ്കര തീവ്രമായ രീതിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ബെഡ്റൂമിൽ ഇരുന്ന് അവന്തിക. തല പുകഞ്ഞ് ജഗ പുക എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. അർച്ചന മുൻകൈയിട്ട് എടുത്ത് മുടക്കി ഇവർക്ക് എല്ലാ കാര്യം സെറ്റാക്കി കൊടുത്ത് അർച്ചന വീട്ടുകാരുടെ വെറുപ്പും കൂടെ അങ്ങ് മേടിച്ച് വെക്കും എന്നൊക്കെ വിചാരിച്ചാണ് അവന്തിക ഇത്രയും പണിയും ചെയ്ത്. പക്ഷേ ആ പണിയൊന്നും ഏറ്റില്ല എന്നുള്ള കാര്യമാണ്. കാരണം എല്ലാവരും അവന്തികയെ പോലെ തേർഡ് റേറ്റ് അല്ലല്ലോ. മനസ്സിൽ വികാരം സ്നേഹം എന്നൊരു കാര്യത്തിന് മുൻതൂക്കം ഉള്ളപ്പോൾ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയുടെ കാര്യമേ പ്രാധാന്യം വരത്തുള്ളൂ. അല്ലാതെ എന്താണ് കുതന്ത്രങ്ങളും
പറയുമ്പം അടുത്തവനെ കുതികാൽ വെട്ടുന്ന പരിപാടിയൊന്നും ആവത്തില്ല പ്രാധാന്യ ചിന്തയെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കാണിക്കുന്നത് സന്ദീപ് എന്താണ് കയറി വരുന്നത്. അപ്പോൾ സന്ദീപിൻ്റെ അടുത്ത് എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്ന് കമലെടുത്ത് മാഷൊക്കെ ചോദിക്കുമ്പം ഇല്ല സച്ചേട്ടനെ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ സംശയം സന്ദീപ് പറയുകയാണ് ഇനി സച്ചേട്ടൻ എവിടെയെങ്കിലും ഈ കല്യാണം മുടക്കാൻ പറ്റിയ വല്ല തുമ്പ് കിട്ടിയിട്ട് അതിൻ്റെ പിറകെ പോയിരിക്കുവാണ്. കറക്റ്റ് കല്യാണ സമയത്തിന് മുന്നേ അതിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഈ കല്യാണം മുടക്കാനാണോ എന്നാണ് എൻ്റെ ഇത്. പിന്നെ ഏട്ടത്തെ വിളിച്ച് പറയാത്ത എനിക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല, ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അവിടെ വീട്ടുകാർ കല്യാണമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെ തീരുമാനമൊന്ന് ഇവിടെ കമലേട്ടത്തിയുടെയും അതുപോലെ തന്നെ ആ അമ്മയുടെയൊക്കെ മുന്നിൽ വെച്ച് പറയുമ്പോൾ അവർ ഞെട്ടിയിരിക്കുമോ. കാരണം ഈ വീട്ടുകാർക്ക് ഇത്രയേ ഉള്ളൂ സച്ചിയോടും അർച്ചനയോടും ഇത്ര വലിയ താല്പര്യമെന്ന് അവർക്ക് ഒരുവിധം ബോധ്യമാവുന്നുണ്ട് എല്ലാവരും. ഇങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തതും അർച്ചന എന്താണ് ആ പോലീസ് ഓഫീസറായ ഒരു വിമൻ പോലീസ് ഓഫീസറുണ്ടോ അവരെ വിളിച്ച് അർച്ചന ചോദിക്കുമോ മാഡം എന്താ സച്ചിൻ്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ. അർച്ചന ഇതുവരെ ഒന്നും അറിഞ്ഞില്ല, ഞാൻ എന്താ രാത്രി മൊത്തം സെർച്ച് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് വന്നത് പോലും, പക്ഷേ ഒരു ഇൻഫർമേഷൻ ഇല്ല, സച്ചിയുടെ ബോഡി പോലും ഒന്നും കിട്ടിയിട്ടുള്ള ഒരു സൂചനയില്ലെന്ന് പറയുമ്പോൾ അർച്ചന ഭയങ്കര സങ്കടപ്പെടുമോ. കാരണം രാവിലെ തന്നെ ഇങ്ങനെയല്ലേ കേൾക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് രാജമലിക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, അതിൻ്റെ അർത്ഥം സച്ചി ഇന്ന് ജീവനോട് ഉണ്ടെന്നാണ് അർച്ചന അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ അർച്ചനയ്ക്ക് എന്താണ് അതൊരു പോസിറ്റീവായിട്ട് അങ്ങ് ആശ്വാസമാണ്. അർച്ചന എന്താണ് ഫോൺ വെച്ചിട്ട് അർച്ചന ചിന്തിക്കുന്ന കാര്യം ഞാൻ സച്ചേട്ടനെ കാണുന്നില്ല, അതിൻ്റെ ഈ റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ സച്ചേട്ടനെ അന്വേഷിച്ച് ഇവിടുന്ന് ആരും ഇറങ്ങാൻ പോകുന്നില്ല, എൻ്റെ സച്ചേട്ടന് വേണ്ടി ഞാൻ തന്നെ ഇറങ്ങണം. ഇവിടെ ഞാൻ കരഞ്ഞുകൊണ്ട് എന്നിട്ട് എൻ്റെ സച്ചേട്ടനെ തോൽപ്പിക്കാൻ പാടില്ല, എൻ്റെ സച്ചേട്ടനെ എവിടെയാണെന്ന് എനിക്ക് കണ്ടെത്തണം, അത് ഞാൻ ഇവിടെ നിന്ന് കരയല്ല വേണ്ടത്, എൻ്റെ സച്ചേട്ടനെ കണ്ടുപിടിക്കാനായി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞ് അർച്ചന ഒരു ഡിറ്റർമൈൻഡ് മൈൻഡ് അത് ചിന്തിച്ച് ഇറങ്ങുന്നതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് പറയുന്നത് അടുക്കളയിൽ എന്താണ് നമ്മുടെ ഈ അനക്ക എന്താണ് രാവിലത്തെ കോഫി ഇടുവാണ്. അപ്പം കോഫി ഇടുന്ന സമയത്താണ് അർച്ചന അവിടെ കാണുമെന്ന് പ്രതീക്ഷയോട് തന്നെ വരുവാണ് അവന്തിക. പക്ഷേ അർച്ചന പോയിട്ട് അർച്ചനെ പൊടി പോലെ അവിടെ കാണാതാകുമ്പം ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്. അയ്യോ ഇന്ന് കല്യാണം ഇനി മുടങ്ങാൻ പോകുന്നില്ല, ഇന്ന് കല്യാണം നടക്കുമല്ലോ എന്ന് ടെൻഷൻ. അത് ഫ്രിഡ്ജിൽ നിന്ന് എന്താണ് തണുത്ത വെള്ളം രാവിലെ എണ്ണീറ്റതും ആ ഒരു തണുത്ത വെള്ളം കുടിക്കുമ്പം നമ്മുടെ അനക്ക പറയുന്നത് കുടിക്ക് ഇനി അങ്ങോട്ട് ഈ കല്യാണം കഴിയുമ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാനേ നേരം കാണത്തുള്ളൂ എന്ന് പറഞ്ഞു നിർത്തുന്നതാണ് ഇനി കാണാൻ പോകുന്ന മാംഗല്യം സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസ് ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. ബൈ.